വേദാന്ത വൈബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ബഗ്ലാമുഖി ദേവിയുടെ പ്രാധാന്യവും ബഗ്ലാമുഖി മന്ത്രയെയും കുറിച്ചാണ് ഞാൻ വിവരിക്കാൻ പോകുന്നത്. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കുവാതിരിക്കുക. കാരണം നമ്മുടെ വീഡിയോസിനൊക്കെ വ്യൂസ് ഒരുപാടുണ്ട്, പക്ഷെ സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ മറന്നു പോകുന്നതാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക. അതുപോലെ തന്നെ ജീവിതത്തിലെ ഏതൊരു പ്രശ്നവും ആയിക്കോട്ടെ, അതിനുള്ള പരിഹാരങ്ങൾ അറിയുവാനും പ്രതിവിധികൾ അറിയുവാനും കർമ്മങ്ങൾ അറിയുവാനുമായിട്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. പരാശക്തിയുടെ ഭാഗമായ ബഗ്ലാമുഖി ദേവിയെ ഭക്തർ തങ്ങളുടെ ശത്രുഭാഗ ശല്യം മാറുവാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കാറുള്ളത്. അതിശക്തമായ ഒരു ദേവീ യന്ത്രമാണ് ബഗ്ലാമുഖി യന്ത്രം. ദേവിയുടെ പ്രധാന ഉത്സവമായ നവരാത്രിയിൽ ഓരോ ദിവസവും ദേവിയുടെ ഓരോ ഭാവത്തിലാണ് ആരാധിക്കേണ്ടത്. താര, കാളി, കമലാസന, ചിന്നമസ്ത, ഭൈരവി, ഭുവനേശ്വരി, മാതങ്കി, ബഗ്ലാമുഖി, ധൂമാവതി, ത്രിപുരസുന്ദരി എന്നീ ദേവി ഭാവങ്ങളെ 9 രാത്രിയിലും ഒരു പകലിനുമായിട്ടാണ് ആരാധിക്കേണ്ടത്. ഈ ആരാധനയാണ് നവരാത്രിയായി നമ്മൾ ആഘോഷിക്കുന്നത്. പൊളിറ്റീഷ്യൻസും സെലിബ്രിറ്റികളും ഒക്കെ തന്നെ പൂജ ചെയ്യുന്ന ഒരു ദേവിയാണ് ബഗ്ലാമുഖി. ഇത് അടുത്ത കാലത്ത് അംബാനി കുടുംബം രഹസ്യമായിട്ട് ബഗ്ലാമുഖി പൂജ ചെയ്യുന്നതിന്റെ ഒരു വീഡിയോയൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അപ്പോൾ ഈ ലോകത്തില് ഉള്ള പണക്കാരായിട്ടുള്ളവരും പ്രശസ്തരായിട്ടുള്ള ആളുകളും ഒക്കെ തന്നെ ഫോളോ ചെയ്യുന്ന ഒരു ദേവിയാണ് ബഗ്ലാമുഖി, അതേപോലെ തന്നെ ബഗ്ലാമുഖി സാധന. അപ്പോൾ ഈ നവരാത്രിയിൽ പറഞ്ഞിരിക്കുന്ന ബഗ്ലാമുഖിയെ പ്രാർത്ഥിക്കുന്ന ഭക്തരുടെ സകലവിധമായ തടസ്സങ്ങളും എതിർപ്പുകളും ശത്രുദോഷവും എല്ലാം തന്നെ ക്ഷണത്തിൽ മാറ്റുവാനായി ബഗ്ലാമുഖി ദേവിക്കും യന്ത്രത്തിനും കഴിയും. അതികഠിനമായ ശത്രുദോഷ പ്രയോഗത്താൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന വ്യക്തികൾക്ക് ഒരു ഉത്തമ പ്രതിവിധിയാണ് ഈ ബഗ്ലാമുഖി യന്ത്രം ധരിക്കുന്നത്. ഇത് തൊഴിൽ സ്ഥാപനത്തിലും ഭവനത്തിലും സ്ഥാപന യന്ത്രമായും ഉപയോഗിക്കാറുണ്ട്. ഈ യന്ത്രം നമുക്ക് ശരീരത്തിൽ ധരിക്കാവുന്നതുമാണ്, അതല്ലെങ്കിൽ വീടുകളിൽ സ്ഥാപിക്കുകയോ ചെയ്യുന്നതാണ്. അപ്പോൾ ബഗ്ലാമുഖി മന്ത്രം 108 തവണ ചൊല്ലിയാണ് നമ്മൾ ഈ പ്രാർത്ഥന ചെയ്യുന്നത്. ബഗ്ലാമുഖി മന്ത്രം ഞാൻ ഈ സ്ക്രീനിൽ തരാം, അതുപോലെ തന്നെ പറഞ്ഞു തരാം. ഓം ഹ്രീം ബഗ്ലാമുഖീം സർവബന്ധന കാര്യേഷു സിദ്ധിയും വാചം സ്തംഭയ വാണിഭം സ്തംഭയ ധനം കീലയ ഓം ഹ്രീം സ്വാഹ. ഇതാണ് ബഗ്ലാമുഖി മന്ത്രം. ഈ ബഗ്ലാമുഖി മന്ത്രം നിങ്ങൾക്ക് 108 തവണ ജപിക്കാവുന്നതാണ്. നിലവിളക്ക് കൊടുത്ത് ശരീരശുദ്ധിയും മനഃശുദ്ധിയും വരുത്തിയതിനു ശേഷം കണ്ണുകൾ അടച്ച് ധ്യാനത്തോടെ ഇരുന്ന് ഈ ഒരു 108 തവണയുള്ള ഒരു മന്ത്രം പൂർത്തിയാക്കുകയാണ് വേണ്ടുന്നത്. ഈ ദേവിയെ പ്രാർത്ഥിക്കുന്നവർക്ക് അവരുടെ ശത്രുക്കളുടെ വാക്കുകൾ, വിധി, പ്രവൃത്തികൾ ഒന്നും തന്നെ ഏൽക്കുന്നതല്ല, മറിച്ച് അത് അവർക്ക് തിരിച്ചടിയായി പോകുന്നതാണ്. നമുക്കെതിരെ വരുന്ന ഏതൊരു ആപത്തിനെയും ദേവി വഴിക്ക് വെച്ച് സ്തംഭിപ്പിക്കുന്നതാണ്. ഇത് എത്ര കഠിനമായ ശത്രുബാധാ ദോഷങ്ങളും ആഭിചാര ദോഷങ്ങളായാൽ തന്നെയും തടയാൻ ശക്തിയുള്ള ബഗ്ലാമുഖി സാധന വളരെയധികം ഫലപ്രദമാണ്. കിം പൂരിനാം സാധകേന മന്ത്ര സംയുക്തുപാസ്യത ശത്രുണാം ഗതി ബുദ്ധ്യാദേ സ്തംഭനോ നാത്ര സംശയ. ഈ ബഗ്ലാമുഖി മന്ത്രം വേണ്ടുന്നത് പോലെ ഉപാസിച്ചാൽ ശത്രുക്കളുടെ ഗതി, ബുദ്ധി എന്നിവയൊക്കെ തീർച്ചയായും സ്തംഭിപ്പിക്കാം എന്നാണ് ഈ പ്രമാണം അർത്ഥമാക്കുന്നത്. മാന്ത്രികത്തിൽ 6 വിധത്തിലുള്ള കർമ്മങ്ങളുണ്ട്. ശാന്തി, വശ്യം, വിദ്വേഷണം, സ്തംഭനം, ഉച്ചാരണം, മാരണം. ഇവയാണ് ആ ഷഡ്കർമ്മങ്ങൾ. ഇതിൽ സ്തംഭന കർമ്മത്തിന് മാന്ത്രികർ കൂടുതലായി ഉപയോഗിക്കുന്നതാണ് ബഗ്ലാമുഖി മന്ത്രം. ബഗ്ലാമുഖി മന്ത്രപ്രയോഗത്തെക്കുറിച്ചും ബഗ്ലാമുഖി യന്ത്രത്തെക്കുറിച്ചും അതല്ല ബഗ്ലാമുഖി സാധനയെക്കുറിച്ചോ പൂജാകർമ്മങ്ങളെക്കുറിച്ചോ ഒക്കെയുള്ള സംശയങ്ങൾ തീർക്കുവാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ദോഷവും മാറ്റുവാനായിട്ടുള്ള പ്രതിവിധികൾക്കും യന്ത്രങ്ങളും പൂജിച്ച യന്ത്രങ്ങൾക്കും ഒക്കെ ആയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.